നീ എത്രത്തോളം മോശക്കാരിയാണോ അതുപോലെ തന്നെ മോശക്കാരിയാണ് ദേ ഈ നിൽക്കുന്ന നിന്റെ ചേച്ചി. ഉളുപ്പും മോനവും കെട്ട ജന്മങ്ങള്. നീ എന്തിനാടി ഇവളെ തല്ലിയത്? ഇവള് പറഞ്ഞ വൃത്തികെട്ട വർത്തമാനം മുത്തശ്ശിയും കേട്ടതല്ലേ? നിർത്ത, എല്ലാവരും നിർത്ത്. കുട്ടൻ എന്റെ ഭർത്താവാ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. കുട്ടന് ദോഷകരമായി വരുന്നതൊന്നും ഞാൻ ചെയ്യില്ല. എന്തുകൊണ്ട് ഞാൻ ഈ മരുന്നുകളെല്ലാം എടുത്ത് നശിപ്പിക്കുന്നു എന്ന് അറിയാനുള്ള ക്ഷമ കാണിക്കാതെയാണ് ഇവിടെ ഈ ബഹളമൊക്കെ ഉണ്ടായത്. സത്യാവസ്ഥ മാഡത്തിനോട് പറഞ്ഞു വരികയായിരുന്നു. സ്വാമി അച്ഛന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിതെല്ലാം ചെയ്തത്. ഈ മരുന്നുകൾ കഴിക്കുമ്പോ കുട്ടൻ അതിയായ ക്ഷീണവും ഉറക്കവും വരുന്നതുകൊണ്ടും കുട്ടൻ ഇത് കഴിക്കാൻ മടി കാണിക്കുന്നതുകൊണ്ടും അതിന്റെ കാരണം അറിയാൻ വേണ്ടി ഞാൻ സ്വാമി അച്ഛനെ കോണ്ടാക്ട് ചെയ്തു. ഈ മരുന്നുകളുടെ ഫോട്ടോസ് എല്ലാം ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അത് കണ്ടിട്ട് ഈ മരുന്നുകളൊന്നും ഇനി കുട്ടന് കൊടുക്കാതെ നശിപ്പിച്ചു കളയണമെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാ ഞാനിതെല്ലാം എടുത്ത് കളഞ്ഞത്. ഈ മരുന്നിന് പകരം പുതിയ മരുന്നുകൾ സ്വാമിയച്ഛൻ അയക്കുന്നുണ്ട്. അത് നാളെ എത്തും. നാളെ മുതൽ അത് ഞാൻ കുട്ടന് കൊടുത്തു തുടങ്ങും. കുട്ടന്റെ ചികിത്സയ്ക്ക് യാതൊരു തടസ്സവും ഞാൻ കാരണം ഉണ്ടാവില്ല. സിദ്ധുവിന്റെ മരുന്ന് നാളെയല്ലേ വരൂ? അതുവരെ സിദ്ധുവിനെ ആര് നോക്കും? ഞാൻ നോക്കും. കുട്ടന് ഒരാപത്തും വരാതെ കുട്ടനെ ചികിത്സിക്കാൻ എനിക്കറിയാം. എനിക്ക് നിങ്ങളോടും ചിലതൊക്കെ ചോദിക്കാനുണ്ട്. കുട്ടൻ ഇത്രയും നാളും തെറ്റായ മരുന്നുകൾ നൽകിക്കൊണ്ടിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാ അതൊന്ന് പരിശോധിക്കുക പോലും ചെയ്യാതിരുന്നത്? ഇപ്പൊ എന്നെ ചോദ്യം ചെയ്യാൻ വന്നവരെല്ലാം അപ്പൊ എവിടെയായിരുന്നു? അതുകൊണ്ട് ആരും ഇക്കാര്യത്തിൽ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്തായാലും ഇനി ഇത് ചർച്ച ചെയ്ത് ആരും ഈ പ്രശ്നം വഷളാക്കണ്ട. ദേവികയെ എനിക്ക് വിശ്വാസമാണ്. ദേവികെ മോള് ചെല്ലൂട്ടാ. മാറിന്നേ. നമ്മൾ പ്ലാൻ ചെയ്തതൊന്ന്, സംഭവിച്ചത് മറ്റൊന്ന്. ഇത്തവണയും ജയ അവൾക്ക് തന്നെ. അവൾ എല്ലാവരോടും ചോദ്യം ചോദിച്ച് ഇരുത്തി കളഞ്ഞില്ലേ? സിദ്ധുവിന് കൊടുത്തോണ്ടിരുന്ന മരുന്ന് കുഴപ്പം പിടിച്ച മരുന്നാണെന്ന് അവള് പറയുമ്പോ എനിക്ക് അവളോട് തർക്കിക്കാൻ പറ്റില്ലല്ലോ. അവൾ ഇതിനിടെ സ്വാമിയച്ഛനായിട്ട് കൺസൾട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനത് ചിന്തിച്ചില്ല. ഏതായാലും നമ്മൾ സിദ്ധുവിന്റെ മുറിയിൽ വച്ചിരുന്ന മരുന്നുകൾ മുഴുവനും അവൾ എടുത്ത് കളഞ്ഞു. ഇനി സിദ്ധുവിന്റെ ചികിത്സ ദേവിക തന്നെ കൈകാര്യം ചെയ്യും. സ്വാമിയച്ഛൻ പുതിയ മരുന്നുകൾ അയച്ചു കൊടുക്കുമെന്ന് അവള് പറഞ്ഞത്. അത് വച്ച് ദേവിക സിദ്ധുവിന്റെ ചികിത്സ തുടരും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സിദ്ധുവിന്റെ ചികിത്സ കൃത്യമായിട്ട് നടന്നാൽ സിദ്ധുവിന്റെ ഓർമ്മ തിരിച്ചു കിട്ടും. അവന് ഓർമ്മ തിരികെ കിട്ടിയാൽ നമ്മൾ പിന്നെ പിടിക്കപ്പെടില്ലേ? ഒന്ന് പതുക്കെ പറയടി. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നും സംഭവിക്കില്ല. നീ വെറുതെ ടെൻഷൻ ആവാതിരിക്കും. ദേവിക പുതിയ മരുന്നുകൾ വരുത്തട്ടെ. ആ മരുന്നുകൾ സിദ്ധുവിന് കൊടുക്കാതിരുന്നാ പോരെ?
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മായേ, ഇപ്പോഴും എല്ലാം നമ്മുടെ കൈപ്പിടി തന്നെയാ. ദേവിക എന്തൊക്കെ നീക്കങ്ങൾ നടത്തിയാലും അതൊക്കെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ ഇനിയും എന്റെ കയ്യിൽ അടവുകളുണ്ട്. എടി, നീ പേടിക്കാതിരിക്കേ. സിദ്ധുവിന്റെ രോഗം ഭേദമാകാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാലും അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലല്ലോ. അതിന് കിട്ടിയ നല്ലൊരു അവസരമല്ലേ നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയത്. അതങ്ങനെ പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല മായേ. അവളെ, ആ ദേവികയെ ഇപ്പൊ വേണമെങ്കിലും പുറത്താക്കാം. ദേവികയെ മാത്രമല്ല, അവളുടെ അനിയത്തി ഗോപികയും. എങ്ങനെ? ഗോപിക അഞ്ജിതെ തല്ലിയത് അത്ര നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ആദ്യം പിടിച്ച് നമുക്കങ്ങ് കയറണം. എടി, എല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരാം. എന്താ, ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? ശ്രമിക്കാം. എന്നാ ചെല്ല്, ധൈര്യമായിട്ട് ചെല്ല്. മോളെ, ഗോപിക തല്ലിയത് നിനക്ക് നന്നായിട്ട് വേദനിച്ചോ? വേദനിച്ചോന്നോ? കണ്ണിക്കൂടെ പൊന്നിച്ച പറഞ്ഞു. അമ്മാതിരി വേദനയായിരുന്നു. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണം. കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ നീ ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചത്. അതിന് നിനക്ക് കിട്ടിയ പ്രതിഫലം ഇതായി പോയല്ലോ. വലിയ സങ്കടമുണ്ട് മോളെ. എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഹരിയേട്ടനും ഉദ്ദേശിച്ചിട്ടില്ല. ഗോപികയും ദേവികയും ഇത്തരത്തിൽ ഈ വീട്ടിൽ വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇന്ന് രണ്ടും കൂടി ഇവിടെ കാണിച്ച ധിക്കാരോ അഹങ്കാരോ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ രണ്ടിനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. കാറിന്റെ ഒച്ച വെക്കുന്നു. അബിയും ഋഷിയും ഓഫീസിൽ നിന്ന് വന്നെന്നാ തോന്നുന്നേ. അവരിവിടെ വരുമ്പോ നീ അബിയുടെ മുന്നിൽ ചെന്ന് നന്നായിട്ടൊന്ന് കരയണം. കരയാനോ? കരയണം. അപ്പോ അവൻ അതിന്റെ കാരണം ചോദിക്കും. ഗോപിക തല്ലിയത് കൊണ്ടാ നീ കരയുന്നതെന്ന് നീ പറയണം. പരമാവധി അവനെ എരിവ് കയറ്റണം. അതിനെനിക്കിപ്പോ കരച്ചില് വരുന്നില്ല ആന്റി. ഞാൻ എന്ത് ചെയ്യും? ഇപ്പൊ കരച്ചിൽ വന്നല്ലോ. ഓക്കെ അല്ലേ? കരഞ്ഞോ കരഞ്ഞോ, നിർത്താതെ കരഞ്ഞോ. മോളെ അഞ്ജിത കരയില്ലേ? എന്താ, എന്തു പറ്റി അഞ്ജിതേ? എന്തു പറ്റി? എന്തിനാ കരയുന്നത്? അമ്മേ, അഞ്ജിത എന്തിനാ കരയുന്നത്? അത് നീ അവളോട് എന്നെ ചോദിക്കേ. അഞ്ജിതേ, നീ കാര്യം പറ. എന്തിനാ കരയുന്നേ? ബേട്ട, ആ ഗോപിക അവൾ എന്നെ തല്ലി. ഗോപിക അഞ്ജിത തല്ലിയെന്നോ? അതെ. എന്തിനാ തല്ലിയത്? എന്താ കാരണം? എന്ത് കാരണം? ഒരു കാരണവും ഇല്ലാതെയാ ഗോപിക അഞ്ജിതയെ തല്ലിയത്. കാരണമൊന്നും ഇല്ലാതെ തല്ലിയേ? അതെ മോനെ, ഒരു കാരണവും ഇല്ലാതെ അവൾ ഈ പാവം കുട്ടിയെ തല്ലിയത്. ആ, എന്നാ അതൊന്ന് ചോദിക്കണമല്ലോ. ഏയ് ഋഷേട്ടാ, വേണ്ട. ഇപ്പൊ ഗോപിക വിളിക്കണ്ട. ഒരു കാരണവും ഇല്ലാതെ എന്തായാലും ഗോപിക അഞ്ജിത തല്ലാൻ സാധ്യതയില്ല. എന്തോ ഒരു കാരണമുണ്ട്. അഞ്ജു, പറ, എന്താ കാരണം? എന്തിന്റെ പേരിലാ ഗോപിക നിന്നെ തല്ലിയത്? ഒരു കാരണവും ഇല്ല. ഗോപികയെ ഞാൻ വിളിക്കാം. എന്ത് തന്നെ ആയാലും ഗോപിക അഞ്ജിതയെ തല്ലിയത് മര്യാദയല്ല. അതിന് ഗോപിക അഞ്ജിതയോട് മാപ്പ് പറഞ്ഞാൽ മതിയാവൂ. ഗോപിക! ഏട്ടാ, ഗോപികയെ വിളിക്കണ്ട. ഗോപിക അഞ്ജിതയെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. എന്തായാലും അവള് വരട്ടെ. ഗോപികയെ! ഗോപികയെ വിളിച്ച് വെറുതെ മാപ്പ് പറയിക്കേണ്ടതിന്റെ ഒരു കാര്യമില്ല. അപ്പൊ ഗോപിക എന്നെ തല്ലിയത് ശരിയാണെന്നാണോ അഭിയേട്ടൻ പറയുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കേ. ഗോപിക വരട്ടെ. ഗോപിക!
എന്താ ഋഷി, എന്തിനാ വിളിച്ചേ? നീ അഞ്ജിതയെ തല്ലിയോ? തല്ലി. കേട്ടല്ലോ കേട്ടല്ലോ, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പൊ നിങ്ങക്ക് ബോധ്യായല്ലോ. ഞാൻ തല്ലി എന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ എന്തിനാ ഞാൻ അവളെ തല്ലിയെന്ന് ഋഷിക്കറിയോ? അതൊന്നും എനിക്കറിയണ്ട. നീ ഇവളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് നീ ഇവളോട് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞേ തീരൂ. ഞാൻ ഇവളോട് മാപ്പ് പറയാനോ? നടക്കില്ല ഋഷി. ഗോപിക, ഞാൻ വെറുതെ ഒന്നും അല്ല ഇവിടെ തല്ലിയത്. ഇനി എന്റെ ചേച്ചി ഇവളെ അപമാനിച്ചു. അത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാ ഞാൻ ഇവിടെ തല്ലിയത്. തല്ലിപ്പോയത്. അതെന്തോ ആയിക്കോട്ടെ, നീ അഞ്ജിതയോട് ഇപ്പൊ മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞേ തീരൂ. ഋഷി എന്തിനാ ന്യായം നോക്കാതെ ഇവളുടെ പക്ഷം പിടിക്കുന്നേ? മാപ്പ് പറ ഗോപിയെ, അഞ്ജിതയോട് മാപ്പ് പറ. എനിക്കതിന് പറ്റില്ല. ഡേ, ഋഷി, വേണ്ട. നിങ്ങൾ തമ്മിൽ ഇതിന്റെ പേരിൽ തല്ലോ വഴക്കോ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞാൽ ഗോപിക അനുസരിക്കും. മാപ്പ് പറ മോളെ, അഞ്ജിതയോട് മാപ്പ് പറ. നിന്നോട് മാപ്പ് പറയാനാ ഞാൻ പറഞ്ഞത്. ഞാനാ പറയുന്ന മാപ്പ് പറയാൻ. ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ? ഗോപു, പറ. ഗോപിയെ, ഋഷി ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെട്ടിട്ട് നീ അതനുസരിക്കാതെ ഋഷിയോട് എതിർത്ത് സംസാരിച്ചത് തെറ്റാണ്. നിന്നെ ശാസിക്കാനും ഉപദേശിക്കാനും ഉള്ള അധികാരം ഋഷിക്കുണ്ട്. അത് മനസ്സിലാക്കി വേണം നീ പെരുമാറേണ്ടത്. ചെയ്ത തെറ്റിന് നീ ഋഷിയോട് മാപ്പ് ചോദിക്കേ. എന്നോട് മാപ്പ് ചോദിക്കൊന്നും വേണ്ട. ചെയ്തത് തെറ്റാണെന്ന് ഗോപിക സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. മോളെ, പ്രശ്നം വഷളാക്കിയിട്ട് ഇവറ്റകളെ രണ്ടും പുറത്താക്കാൻ നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഗോപു, നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. മോളെ, ഗോപിയെ നിക്ക്. ഗോപു, വിട്. നിന്നോട് നിൽക്കാനല്ലേ പറഞ്ഞത്? ഗോപു, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ചേച്ചി എന്തറിഞ്ഞിട്ടാ എന്നെ കൊണ്ട് അവളോട് മാപ്പ് പറയിപ്പിച്ചത്? ചെയ്യാത്ത തെറ്റിനാ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞത്. ചേച്ചി കാരണ അവളിപ്പോ വലിയ ആളായത്. എന്നിട്ട് ഞാൻ നാണം കെടുകയും ചെയ്തു. എന്തിനാ ചേച്ചി എന്നെ അവളുടെ മുമ്പിൽ നാണം കെടുത്തിയത്? ശരി, അഞ്ജിതയുടെ സ്വഭാവം എനിക്കറിയാവുന്ന തന്നെയാണല്ലോ. അഞ്ജിതയോട് തർക്കിക്കാൻ നിൽക്കുന്നതിന് പകരം നിന്നെ കൊണ്ട് അവളോട് മാപ്പ് പറയിച്ചാൽ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് നിഷേധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് അവളോട് മാപ്പ് പറയിച്ചത്. മോളെ, ഇത് നമ്മുടെ വീടല്ല, അന്യ വീടാണ്. ഇവിടെ നമ്മൾ 3 പേരും മര്യാദയോടെയും സംയമനത്തോടെയും വേണം പെരുമാറാൻ. സമാധാനത്തോടെ കഴിഞ്ഞു പോകുന്ന ഈ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും ഐക്യത്തിനും നമ്മളായിട്ടൊരു വിള്ളൽ ഉണ്ടാക്കരുത്. അതിനുവേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ഞാനും നീയൊക്കെ ചെയ്യേണ്ടി വരും. അതിലൊരു അപാകതയും ഇല്ല. നമ്മൾ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ നമുക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അഞ്ജിതയോട് മാപ്പ് ചോദിച്ചതുകൊണ്ട് നിനക്ക് ഒരു അപമാനവും സംഭവിച്ചിട്ടില്ല. അതിലൂടെ നിന്റെ വില കൂടിയിട്ടേ ഉള്ളൂ. ഈ കുടുംബത്തിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി എത്ര വിട്ടുവീഴ്ച ചെയ്താലും അതെപ്പോഴും നല്ലത് തന്നെയായിരിക്കും.
കുട്ടാ എന്തു പറ്റി? ഒന്നുമില്ല. കുട്ടൻ എന്താ പറ്റിയത്? എന്തോ ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. മരുന്ന് കഴിക്കാത്തതിന്റെ അസ്വസ്ഥതയായിരിക്കും. കുട്ടാ ഇങ്ങ് വന്നേ. ഞാൻ വരില്ല. അതെന്താ വരാത്തെ? എനിക്ക് ആ കൈപ്പുള്ള മരുന്ന് തരാനല്ലേ വിളിക്കണേ. ഞാൻ വരില്ല. വന്നാലേ എനിക്ക് മാലാക മരുന്ന് പിന്നെയും തരും. ഇന്നിനി ആ മരുന്നുകളൊന്നുമില്ല കുട്ടാ. ഇല്ലേ? ഇല്ല. ഇനി പുതിയ മരുന്നുകൾ സ്വാമി അച്ഛൻ അയച്ചു തരണം. ആ മരുന്നുകൾ മാത്രമേ കുട്ടൻ കഴിക്കാൻ പാടുള്ളൂ. അത് വരുന്നത് വരെ കുട്ടൻ ഇനി മരുന്നുകളൊന്നും കഴിക്കണ്ട. കൊള്ളാലോ. വാ, ഇനി എന്റെ അടുത്തേക്ക് വരാലോ. വരാം. നമുക്ക് ഉറങ്ങാം. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ലല്ലോ. എന്റെ തലയൊക്കെ ഒരുമാതിരി ഇരിക്കുക. തലയുടെ പുറകിലൊക്കെ ഉണ്ടല്ലോ ഒരുമാതിരി ഭാരം പോലെയാ. കുട്ടൻ അതൊന്നും കാര്യാക്കണ്ട. കുട്ടനൊന്നുമില്ല. കുട്ടന് ഞാനൊരു കഥ പറഞ്ഞുതരാം. അത് കേട്ട് കേട്ട് കുട്ടൻ ഉറങ്ങണം. എന്നല്ലേ വേഗം പറ. പറയാലോ. മാലാകെ, ഞാൻ മാലാകയുടെ മടി കിടന്നോട്ടെ? എന്നെ മുത്തശ്ശിയുടെ മടിക്കെടുത്ത് എപ്പോഴും കഥ പറഞ്ഞു തരാറ്. അതിനെന്താ, കിടന്നോ. വേഗം പറ. എന്ത് കഥയാ പറയണ്ടേ? കൊരങ്ങന്റെ മുതലയുടെയും കഥ പറഞ്ഞ അത് മതി. കുരങ്ങന്റെ മുതലയുടെയും കഥ. അത് പറഞ്ഞുതരാം. വേഗം പറ. ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു പുഴയുടെ കരയിലുള്ള അത്തിമരത്തില് ഒരു കുരങ്ങൻ ജീവിച്ചിരുന്നു. എന്താടോ മുഖത്ത് വലിയ സന്തോഷം കാണുന്നുണ്ടല്ലോ, എന്താ കാര്യം? ദേവികയെ നമ്മുടെ മരുമകളായി കിട്ടിയതിന്റെ സന്തോഷാ മഹേട്ട ഈ കാണുന്നേ. ആ സന്തോഷം എനിക്കും ഉണ്ട്. അവള് മിടുക്കിയ മഹേട്ട. അവള് നല്ല കാര്യപ്രാപ്തിയുള്ള കുട്ടിയാ. അവള് വന്നോണ്ടല്ലേ സിദ്ധുവിന് കൊടുക്കുന്നത് തെറ്റായ മരുന്നുകളാണെന്ന് കണ്ടെത്താൻ പറ്റിയേ. അത് ശരിയാണ്. നമ്മൾ പോലും അത് ശ്രദ്ധിച്ചില്ലല്ലോ. നമ്മളത് ശ്രദ്ധിക്കാത്തത് വലിയ തെറ്റായിപ്പോയി. എനിക്കും അതിൽ വലിയൊരു കുറ്റബോധമുണ്ട്. എന്തായാലും ഇപ്പോഴെങ്കിലും അത് കണ്ടുപിടിച്ച് മാറ്റാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി. അല്ല, ഇന്ന് സിദ്ധുവിന് കൊടുക്കാൻ മരുന്നില്ലല്ലോ, അപ്പൊ അവനെങ്ങനെ ഉറങ്ങും? അതല്ലേ രസം. മരുന്നൊന്നും കൊടുക്കാതെ തന്നെ ദേവിക അവിടെ അവനെ ഉറക്കുക. അതെങ്ങനെ? ദേവിക അവനെ മടിയിൽ കിടത്തി എന്തൊക്കെയോ കഥകൾ പറഞ്ഞുറക്കുക. അത് കൊള്ളാലോ. ഇതൊക്കെ കൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അവള് മിടുക്കിയാണെന്ന്. അതുമാത്രല്ല, ഗോപികയും അഞ്ജിതയും തമ്മിൽ വഴക്കുണ്ടായപ്പോ ഗോപികയെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അവൾ ആ പ്രശ്നം ബുദ്ധിപരമായിട്ട് പരിഹരിച്ചില്ലേ. അത് ഈ കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താനായി ദേവിക നടത്തിയ വലിയൊരു ശ്രമമല്ലേ. എന്തു തന്നെയായാലും നമ്മുടെ തീരുമാനം തെറ്റിയില്ല. ദേവികയെ ഇവിടുത്തെ മരുമകളായി കൊണ്ടുവന്നത് വളരെ നന്നായി. എനിക്ക് ഉറപ്പാ മഹേട്ട, സിദ്ധുവിനെ അവള് പരിചരിച്ച് സുഖപ്പെടുത്തും. അവൾ സിദ്ധുവിന്റെ മാത്രം മാലാഖയല്ല കേട്ടോ, അവൾ ഈ കുടുംബത്തിന്റെ കൂടെ രക്ഷകയായ മാലാഖയാണ്. അത് മഹേട്ടൻ പറഞ്ഞത് സത്യ.
നമ്മുടെ പദ്ധതികളെല്ലാം ദേവിക നിസ്സാരമായിട്ട് പൊളിക്കുകയാണല്ലോ ഹരിയേട്ടാ. അവൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? മായേ, തൽക്കാലം നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഒരു കാര്യത്തിൽ മാത്രം നീ ഫോക്കസ് ചെയ്താൽ മതി. ഇവിടുത്തെ പ്രശ്നങ്ങൾ എങ്ങനെ ഊതി കത്തിക്കാമെന്ന് നീ അത് മാത്രം ചിന്തിച്ചാ മതി. അതൊക്കെ ഞാൻ ഏറ്റു. പക്ഷേ സ്വാമിയച്ഛൻ അയക്കുന്ന മരുന്ന് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതിവിടെ എത്തില്ല മായേ. ആ മരുന്നുകൾ ദേവികയുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാനത് തടയും. അതിനുള്ള പ്ലാനൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്ത് പ്ലാൻ? അതൊക്കെ നീ വഴിയെ അറിഞ്ഞാ മതി.